ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഫപ്പിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മൾ ഇന്ന് നോക്കുന്ന 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ ഹാർട്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേഴ്സോട് കൂടിയതാണ്. ഹ്യൂമൻ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ഡബിൾ ലെയർ മെംബ്രെയിൻ ഉണ്ട്. അതിനെയാണ് പെരികാർഡിയം എന്ന് വിളിച്ചത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാർട്ട് ബീറ്റിനെ കുറിച്ചാണ്. എന്താണ് ഹാർട്ട് ബീറ്റ്, എന്താണ് പൾസ് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. ഹാർട്ട് ബീറ്റ് എന്താന്ന്? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഡോക്ടർ നമ്മളുടെ ഹാർട്ട് ബീറ്റും പൾസും ഒക്കെ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Does the doctor check your heartbeat and pulse when you go to a hospital? What is heartbeat? What is pulse? അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഡോക്ടർ നമ്മുടെ ഹാർട്ട് ബീറ്റും പൾസും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഹാർട്ട് ബീറ്റ്, എന്താണ് പൾസ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഹാർട്ട് ബീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽസ്. ഹാർട്ട് മസിൽസിലെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു റിതമിക് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഹാർട്ട് ബീറ്റ്. ഓക്കെ, ഹാർട്ട് മസിൽസ് കണ്ടിന്യൂസ് ആയിട്ട് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. ആ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹാർട്ടിൽ ഒരു ലപ് ടപ്പ് അങ്ങനൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സൗണ്ടാണ് ഹാർട്ട് ബീറ്റ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ആ വ്യക്തിയുടെ മരണം വരെ ഈ ഹാർട്ട് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയി ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും. നോൺ സ്റ്റോപ്പാണ്. എപ്പോൾ ആ കോൺട്രാക്ഷനും റിലാക്സേഷനും നിൽക്കുന്നോ അപ്പം എന്ത് ചെയ്യും? അവരുടെ മരണം ഉറപ്പാണല്ലേ. ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെ എന്ത് ചെയ്യും? നമ്മുടെ ഹാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ഹാർട്ട് ബീറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് ബീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽസ്. ഹാർട്ട് മസിൽസിൻ്റെ ഒരു റിതമിക് ആയിട്ടുള്ള കോൺട്രാക്ഷനും റിലാക്സേഷനും ആണ് എന്തെന്ന് പറയുന്നത്? ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ദ ഹാർട്ട് ഓഫ് എ ഹെൽത്തി അഡൾട്ട് ബീറ്റ്സ് 72 times per minute. ഒരു ഹെൽത്തി ആയിട്ടുള്ള മുതിർന്ന വ്യക്തിയുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ബീറ്റ് ചെയ്യും, 72 പ്രാവശ്യം മിടിക്കും. ഓക്കെ, ദിസ് ഈസ് ഹാർട്ട് റേറ്റ്. ഇതിനെയാണ് എന്ത് വിളിക്കുക? ഹാർട്ട് റേറ്റ് എന്ന് വിളിക്കുക. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു എന്നതാണ് എന്ത്? ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പൾസ് എന്ന് നോക്കാം. പൾസ് ഈസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിൻ്റെ ഭാഗമായിട്ട്, ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ആർട്ടറിയിലൂടെ ഒരു വേവ്സ്, ഒരു തരംഗങ്ങൾ പോകുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? പൾസ് എന്ന് വിളിക്കുക. ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ആർ ഈക്വൽ. ഹാർട്ട് റേറ്റ് എത്രയാണോ അത്രയും ആയിരിക്കും എന്തും പൾസ് റേറ്റും. കാരണം ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വേവ്സ് ആർട്ടറിയിലൂടെ പാസ് ചെയ്യാണ്. അതിനെയാണ് എന്ത് വിളിക്കുക? പൾസ് റേറ്റ് അല്ലെങ്കിൽ പൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാർട്ട് റേറ്റും പൾസ് റേറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാർട്ട് ബീറ്റ്, പൾസ്. ഇനി ചെക്ക് യുവർ ഓൺ ഹാർട്ട് ബീറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഹൗ മെനി ടൈംസ് ഇറ്റ് ബീറ്റ്സ് പെർ മിനിറ്റ്. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തിട്ട് അത് എത്ര പ്രാവശ്യം ഒരു മിനിറ്റിൽ മിടിക്കുന്നുണ്ട് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ വിച്ച് ആർ ദ ബോഡി പാർട്സ് ദാറ്റ് ആർ എക്സാമിൻഡ് ടു ഫീൽ പൾസ്. അപ്പോൾ ഡോക്ടർ പൾസ് ഫീൽ ചെയ്യാനായിട്ട് ഏതൊക്കെ ബോഡി പാർട്സിലാണ് തൊട്ട് നോക്കാറെന്നാണ് ചോദിക്കുന്നത്. എവിടെയൊക്കെ തൊട്ട് നോക്കിയാൽ നമുക്ക് പൾസ് ഫീൽ ചെയ്യാൻ പറ്റും? ദ റിസ്റ്റ്, നമ്മുടെ കയ്യിൽ, ഇവിടെ കൈത്തണ്ടയിൽ തൊട്ട് നോക്കിയാൽ പൾസ് ഫീൽ ചെയ്യാൻ പറ്റും. ദെൻ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഫോർഹെഡ്, നെറ്റിയുടെ 2 സൈഡുകളിൽ തൊട്ട് നോക്കിയാലും എന്തറിയാൻ പറ്റും? പൾസ് അറിയാൻ പറ്റും. ദെൻ നെക്കിൽ നോക്കിയാൽ, കഴുത്തിൽ നോക്കിയാൽ പൾസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബിഹൈൻഡ് ദ നീ, കാൽമുട്ടിൻ്റെ പിറകിലായിട്ടും എന്തറിയാൻ പറ്റും? നമുക്ക് പൾസ് അറിയാൻ പറ്റും. ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ഡോക്ടർ എക്സാമിനിങ് എ ചൈൽഡ്. നെക്സ്റ്റ് അവിടെ ഡോക്ടർ ഒരു കുഞ്ഞിനെ എക്സാമിൻ ചെയ്യുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇൻസ്ട്രുമെന്റ് ഡസ് ദ ഡോക്ടർ യൂസ്? വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്? റൈറ്റ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ എന്ത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഡോക്ടർ ആ കുഞ്ഞിനെ പരിശോധിക്കുന്നത്? എന്താണ് അതിൻ്റെ യൂസ് എന്നാണ് ചോദിക്കുന്നത്. എന്താ ഡിവൈസ്? നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര് സ്റ്റെതസ്കോപ്പാണ്. ഓക്കെ,
അപ്പോൾ സ്റ്റെതസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെതസ്കോപ്പ് ഈസ് എ ഡിവൈസ് യൂസ് ടു ചെക്ക് ദ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? സ്റ്റെതസ്കോപ്പ്. ഓക്കെ. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ റെനെ ലാനക്. സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് ഇൻവെൻറ്റ് ചെയ്തത് റെനെ ലാനക് എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനാണ്, ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹമാണ് സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത്. ഇനി നെക്സ്റ്റ് അവിടെ ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ മോഡൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ട്യൂബ്, വൈറ്റ് ട്യൂബ്, ഫണൽ, പോളിത്തീൻ ട്യൂബ്, ബലൂൺ, 2 ഇയർഫോൺ ബഡ്സ്, മെറ്റൽ ഹെയർ ബോ, ഇൻസുലേഷൻ ടേപ്പ്. ഇത്രയും മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ മോഡൽ ഉണ്ടാക്കുന്ന പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ ഹാർട്ട് ബീറ്റും ഹാർട്ട് റേറ്റും പൾസ് റേറ്റും ചെക്ക് ചെയ്ത് ആ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെയും പൾസ് റേറ്റും ഹാർട്ട് റേറ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡസ് ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് വേരി വിത്ത് ഏജ് ആൻഡ് മെഡിക്കൽ കണ്ടീഷൻ? അതായത് ഏജ് ആകുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഹാർട്ട് റേറ്റിലും പൾസ് റേറ്റിലും വ്യത്യാസം വരാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചെക്ക് ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ഓഫ് എൽഡേഴ്സ് അറ്റ് യുവർ ഹോം ആൻഡ് റെക്കോർഡ് ദം ഇൻ ദ സയൻസ് ഡയറി ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരുടെയൊക്കെ ഹാർട്ട് റേറ്റും പൾസ് റേറ്റും ചെക്ക് ചെയ്തിട്ട് അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏജ് കൂടുന്തോറും അതുപോലെ തന്നെ പല മെഡിക്കൽ കണ്ടീഷൻസും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഹാർട്ട് റേറ്റിലും പൾസ് റേറ്റിലും ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. നോർമൽ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണിൽ ഒരു മിനിറ്റിൽ 72 ടൈംസ് ആണ് ഹാർട്ട് ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർ അതുപോലെ തന്നെ ഏജ് ആയവരിലൊക്കെ ഈ ഒരു കൗണ്ടിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് കാർഡിയാക് വെൽനസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലിസൺ ദ മോണോലോഗ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ അവിടെ ഒരു ഹാർട്ടിൻ്റെ മൊണോലോഗ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്സ് അഫക്റ്റ് മൈ ഫങ്ഷനിങ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റെഗുലറായിട്ട് ഫാറ്റി ഫുഡ്സ് കഴിക്കുമ്പോൾ അതെൻ്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ട് ഈ ഫാറ്റി ഫുഡ് എന്നാണ് ഹൃദയം പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്കർ വിൽ മേക്ക് മീ സിക്ക് ഫാസ്റ്റ്. സ്മോക്കിങ്ങും അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസപ്ഷൻ, ഡ്രിങ്കിങ് ഹാബിറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ പെട്ടെന്ന് രോഗിയാക്കുന്നുണ്ട് എന്ന് ആര് പറയാണ്? ഹൃദയം പറയാണ് അല്ലേ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വെയർ മീ ഡൗൺ. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വല്ലാതെ തളർത്തുന്നുണ്ട് എന്ന് ആര് പറയാണ്? ഹൃദയം പറയാണ്. ലാക്ക് ഓഫ് റെഗുലർ എക്സസൈസ് വിൽ ഇംപെയർ മൈ ഹെൽത്ത്. എക്സസൈസിൻ്റെ കുറവും എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ടിൻ്റെ ഹെൽത്തിനെ വല്ലാതെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ദോഷമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹൃദയം അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഫാറ്റി ഫുഡിൻ്റെ കൺസപ്ഷൻ, എക്സസീവായിട്ട് ഫാറ്റി ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് എന്തിനെ ബാധിക്കും? ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ടിനെ പെട്ടെന്ന് ഡിസീസ്ഡ് ഹാർട്ടാക്കി മാറ്റുന്നുണ്ട്. ലാക്ക് ഓഫ് എക്സസൈസും എന്ത് ചെയ്യുന്നുണ്ട്? എക്സസൈസിൻ്റെ കുറവും ഹൃദയത്തെ രോഗിയാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. ദെൻ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് എന്ത് വരുന്നുണ്ട്? ഹൃദയത്തിന് പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടു ടേക്ക് കെയർ ഓഫ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ഹാർട്ട്? ഒരു ഹെൽത്തി ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഹെൽത്തി ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനാണ്. ഡു റെഗുലർ എക്സസൈസ്. ദെൻ എന്ത് ചെയ്യാം? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. ഈറ്റ് ഹെൽത്തി ഫുഡ്. അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. ജങ്ക് ഫുഡ്സ് ഒക്കെ എന്ത് ചെയ്യാം? ഒരുപാട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്. സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കുക. ഡ്രിങ്ക് മോർ വാട്ടർ. ധാരാളം വെള്ളം കുടിക്കുക. ഇത്രയൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹെൽത്തി ആയിട്ടൊരു ഹാർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരുപാട് കാലം ഹെൽത്തി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഹാർട്ടിൻ്റെ ഹെൽത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡു റെഗുലർ എക്സസൈസ്, ഈറ്റ് ഹെൽത്തി ഫുഡ്, അവോയ്ഡ് ജങ്ക് ഫുഡ്സ്, അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഡ്രിങ്ക് മോർ വാട്ടർ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്.
You have understood that the heart, blood and blood vessels are parts of the circulatory system. ഹാർട്ട്, ബ്ലഡ് വെസൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് നമ്മൾ പഠിച്ചു. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ബ്ലഡ് വെസൽസ് ആർ കട്ട്? അപ്പോൾ ഒരു ബ്ലഡ് വെസലിൽ ഒരു കട്ട് വന്നാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് വെസൽസിൽ ഒരു മുറിവായാൽ എന്താണ് സംഭവിക്കുക? ബ്ലീഡിങ് സംഭവിക്കും അല്ലേ? ബ്ലഡ് വെസൽസിൽ മുറിവായാൽ അതിലൂടെ എന്ത് നഷ്ടപ്പെടും? രക്തം നഷ്ടപ്പെടുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യും. While playing, your friend's hand gets injured and it's bleeding. What will you do? കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ഇഞ്ചുറി പറ്റി അതിൽ നിന്ന് ബ്ലീഡിങ് വരികയും ചെയ്തു. ആ മുറിവിൽ നിന്ന് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എങ്ങനത്തെ ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കേണ്ടത് എന്നാണ് ഇനി നോക്കുന്നത്. വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൻ ടു എ പേഴ്സൺ ഹു ഈസ് ഇഞ്ചുർഡ്? ഒരു ഇഞ്ചുറി പറ്റിയ പേഴ്സണ് എങ്ങനത്തെ ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ക്ലീൻ ദ വൂണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആ മുറിവ് ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ദെൻ നെക്സ്റ്റ്, പ്രസ് ദ വൂണ്ട് വിത്ത് യുവർ ഹാൻഡ്. ആ മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് തടയാനായിട്ട് ആ മുറിവിൽ എന്ത് ചെയ്യുക? കൈ വെച്ച് നന്നായിട്ട് അമർത്തിപ്പിടിക്കാം. ദെൻ ഇഫ് ദ വൂണ്ട് ഈസ് ഓൺ ദ ഹാൻഡ്, ഹോൾഡ് ഇറ്റ് അപ്പ്. കയ്യിലാണ് മുറിവെങ്കിൽ കൈ എന്ത് ചെയ്യുക? താഴ്ത്തിയിടാതെ കൈ ഉയർത്തി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. If bleeding doesn't stop, wrap the wound with a clean cloth or bandage. മുറിവിൽ നിന്ന് രക്തം വരുന്നത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ മുറിവിൽ വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ ബാൻഡേജോ വെച്ച് ആ വൂണ്ട് നന്നായിട്ട് കവർ ചെയ്യുക. ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്ക്ലി. ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? മെഡിക്കൽ ഹെൽപ്പ് തേടുക. ഡോക്ടറുടെ സഹായം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നാണ് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒരു ഇഞ്ചുറി പറ്റിയ പേഴ്സൺ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്, ഫസ്റ്റ് വൺ, ക്ലീൻ ദ വൂണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ. മുറിവ് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. പ്രസ് ദ വൂണ്ട് വിത്ത് യുവർ ഹാൻഡ്. ഒരുപാട് ബ്ലീഡ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ആ മുറിവ് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇഫ് ദ വൂണ്ട് ഈസ് ഓൺ ദ ഹാൻഡ്, ഹോൾഡ് ഇറ്റ് അപ്പ്. കയ്യിലാണ് മുറിവെങ്കിൽ കൈ താഴ്ത്തി വെക്കാതെ കൈ എപ്പോഴും പൊക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇഫ് ബ്ലീഡിംഗ് ഡസൻറ്റ് സ്റ്റോപ്പ്, റാപ്പ് ദ വൂണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്. ബ്ലീഡിങ് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ മുറിവിൽ നല്ല വൃത്തിയുള്ളൊരു ക്ലോത്തോ അല്ലെങ്കിൽ ബാൻഡേജോ ഉപയോഗിച്ച് കവർ ചെയ്യാം. ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്ക്ലി. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? ഡോക്ടറുടെ ഹെൽപ്പ് തേടുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് ട്രാൻസ്പ്ലാന്റ് ദ ഹാർട്ട്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് പെർഫോംഡ് ഓൺ പീപ്പിൾ വിത്ത് സിവിയർ ഹാർട്ട് ഡിസീസസ്. അതായത് സിവിയർ ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ഉള്ളവരിലാണ് എന്ത് ചെയ്യാം? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഹൃദയം മാറ്റിവെക്കുകയാണ്. ഒരാളുടെ ഹൃദയത്തിൽ അത്രത്തോളം ഡിസീസുകൾ കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിലാണ് എന്ത് ചെയ്യാം? ഹൃദയം മാറ്റിവെക്കാറ്. യൂഷ്വലി ദ ഹാർട്ട് ഓഫ് എ ബ്രെയിൻ ഡെഡ് പേഴ്സൺ ഈസ് ട്രാൻസ്പ്ലാന്റഡ് ഓൺ ടു ദ പേഷ്യൻറ്റ്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് എവിടെ നിന്നാണ് ഹൃദയം കിട്ടുക? ബ്രെയിൻ ഡെത്ത് സംഭവിച്ച പേഷ്യൻസിൻ്റെ ഹാർട്ടാണ് ഈ പേഷ്യൻറ്റിലേക്ക് മാറ്റിവെക്കുക. ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻറ്റിന് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഹൃദയത്തിന് ആരോഗ്യമുണ്ട്, ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം ഒഴിച്ച് ബാക്കി എല്ലാ ഓർഗൻസും എന്തായി? പ്രവർത്തനക്ഷമം അല്ലാതെ ആകുമ്പോഴാണ് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക. അങ്ങനെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച പേഴ്സൺസിൻ്റെ ഹാർട്ടാണ് ഹാർട്ട് പേഷ്യൻസിന് മാറ്റിവെക്കുന്നത്. The first successful heart transplant was done by Dr. Christian Barnard in 1967. 1967 ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടന്നത്. അത് ചെയ്ത ഡോക്ടറാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് എന്ന് പറയുന്ന ഡോക്ടർ. നെക്സ്റ്റ് ടോപ്പിക്, ബ്ലഡ് ഡൊണേഷൻ, എ നോബിൾ ആക്ട്. എ ഹെൽത്തി പേഴ്സൺ ഹാസ് അബൌട്ട് 5.5 liters of blood in his body. What is to be done if there is a decrease in the volume of blood due to accidents or illness? അതായത് ഒരു ഹെൽത്തി പേഴ്സൻ്റെ ബോഡിയിൽ 5.5 liters ബ്ലഡ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ചില കേസിൽ ആക്സിഡൻസോ അല്ലെങ്കിൽ ഇൽനെസ്സോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഈ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ എന്താണ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ആക്സിഡൻറ്റ് അതുപോലെ അസുഖങ്ങളൊക്കെ വന്ന് ബ്ലഡ് ലോസ് ആവുന്ന സമയത്ത് നമ്മൾ അവരുടെ ബോഡിയിലേക്ക് ബ്ലഡ് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡ് കയറ്റി കൊടുക്കണമെങ്കിൽ ആ ബ്ലഡ് എവിടെ നിന്നാണ് കിട്ടുക? ആ ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡാണല്ലേ. ബ്ലഡ് ഡൊണേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഏതൊരു ഹെൽത്തി പേഴ്സണും
അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ആ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഇതുപോലെ ഏതെങ്കിലും ബ്ലഡ് ലോസ് ആയിട്ട് ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ ഇൽനെസ് കാരണമൊക്കെ ബ്ലഡ് ലോസ് ആയ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ഫസ്റ്റ് പിക്ചറിൽ ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. സെക്കൻഡ് വൺ ഒരു സ്ലോഗൻ ആണ്, ബ്ലഡ് ഡൊണേഷൻ എ നോബിൾ ഡൊണേഷൻ, രക്തദാനം മഹാദാനം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞ സ്ലോഗൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. അതെന്താണ്, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, രക്തദാനം മഹാദാനാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് നോക്കി നോക്കാം. ബ്ലഡ് ഡൊണേഷൻ ഈസ് എ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് by a person to another or for further use through its scientific preservation. എന്താണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്? ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, ആരെ നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, വേറൊരു വ്യക്തിക്ക് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക്കൽ രീതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ഡൊണേഷൻ ഈസ് ദ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് ബൈ എ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് സ്വന്തം ഇഷ്ടപ്രകാരം വേറൊരു പേഴ്സണ് ഡൊണേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓർ ഫോർ ഫർദർ യൂസ് ത്രൂ ഇറ്റ് സയൻറ്റിഫിക് പ്രിസർവേഷൻ, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാൻ, സയൻറ്റിഫിക് രീതിയിൽ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ, പ്രിസർവ് ചെയ്ത് എടുത്ത് വെക്കാനായിട്ട് ഒരു പേഴ്സൺ ഡൊണേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ബ്ലഡ് ഡൊണേഷൻ എന്ന് വിളിക്കാം. യു ക്യാൻ ആൾസോ ബി എ പാർട്ട് ഓഫ് ദി സോഷ്യൽ സർവീസ് വെൻ യു ടേൺ 18. അപ്പോൾ ഏതൊരു വ്യക്തിക്കും 18 വയസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് ഡൊണേഷൻ നടത്താൻ പറ്റും. നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. 18 വയസ്സ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു നോബൽ ആക്റ്റാണ്, നല്ല മഹത്തായ ഒരു കാര്യമാണ്. ആർക്കൊക്കെ അതിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ബ്ലഡ് ഡൊണേഷൻ നടത്താവുന്നതാണ്. അതുകൊണ്ട് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് സംഭവിക്കില്ല. ഓക്കെ, ഇതിനെക്കുറിച്ചൊരു അവയർനെസ് നിങ്ങളിൽ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ പാഠഭാഗത്ത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ കിട്ടിയാൽ അത് മാക്സിമം എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഹാർട്ടിനെ എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ വെൽനെസ് എങ്ങനെ കീപ്പ് ചെയ്യാം, ഒരു ഇഞ്ചുറി ഉണ്ടായാൽ അതിനെ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.